ഹലോ വെൽക്കം ബാക്ക് ടു റിഷോസ് ടോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. കുറച്ച് പേർക്ക് വേണ്ടി ട്രെൻഡ്യോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക, കാരണം അടിപൊളി പ്രോഡക്റ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് തന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. പിന്നെ നെക്സ്റ്റ് ഹോം ബോക്സിലെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഡിഷ് ഡ്രൈയിങ് മാറ്റ്, പിന്നെ സ്റ്റീലിൻ്റെ സ്പൂൺ സെറ്റ്, അതുപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഷേക്കർ. നെക്സ്റ്റ് ട്രാവൽ അയൺ ബോക്സ് ആണ്. 2-3 പേർക്ക് വേണ്ടി ഒന്നിച്ച് ഓർഡർ ചെയ്തായിരുന്നു ഇത്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോഴേക്കില്ലേ നമ്മൾ ഉദ്ദേശിച്ച അത്ര പെർഫോമൻസ് ഇതിനില്ല. ഒന്നാമത് ഇത് ട്രാവൽ അയൺ ബോക്സ് ആണ്, അപ്പോൾ നമ്മുടെ നോർമൽ അയൺ ബോക്സ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹീറ്റപ്പ് ആവുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആ നോർമൽ അയൺ ബോക്സ് യൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് റിട്ടേൺ ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, ഒരു 7/10 ഒക്കെയാണ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അത്രയും ഹാൻഡിയാണ് ഈ പ്രോഡക്റ്റ്. തീരെ വെയിറ്റ് ഇല്ല. നമ്മുടെ ഹാൻഡ് ബാഗിൽ വരെ ഇട്ടിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനും അടിപൊളിയാണ്. പിന്നെ വലിയ ആൾക്കാരെ ഡ്രസ്സ് അയൺ ചെയ്യുമ്പം കുറച്ച് ക്ഷമ വേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഒരു ഡൗട്ടായി വേണോ വേണ്ടയോ, അങ്ങനെ റിട്ടേൺ അടിച്ചതാണ്. നെക്സ്റ്റ് സിലിക്കോണിൻ്റെ സ്പൂൺ സെറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്പൂൺ സെറ്റാട്ടോ ഇത്. പിന്നെ ഇല്ലേ, നിങ്ങൾ ഈ അൺബോക്സ് ചെയ്യുമ്പം ഈ ഒരു ലേബൽ കീറാതെ നോക്കുക. ചിലപ്പോൾ നമുക്കത് റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് ആവശ്യമുണ്ടാവും കേട്ടോ. പിന്നെ ഇതൊരാൾക്ക് വേണ്ടി ഓർഡർ ചെയ്ത ഒരു ഹാൻഡ് ബാഗാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ പൗച്ചും വരുന്നുണ്ട് കേട്ടോ. ട്രെൻഡ്യോയിൽ ഹാൻഡ് ബാഗിൻ്റെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഒരുവിധ എല്ലാ ബ്രാൻഡ്സിൻ്റെ ബാഗ്സും ട്രെൻഡ്യോയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഫസ്റ്റ് പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡഡ് ബാഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടും. നെക്സ്റ്റ് കുറച്ച് ഹോം ബോക്സ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ മെയിനായിട്ട് 2 വാൾ ഹൂക്ക് ഉണ്ട്, അതുപോലെ ടീ ഇൻഫ്യൂസർ ഉണ്ട്, ബ്രഷ് ഹോൾഡർ ഉണ്ട്. ഈ ഹോം ബോക്സ് പ്രോഡക്റ്റ്സ് ട്രെൻഡ്യോയിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്ക് 20% ഓഫ് കിട്ടുന്നുണ്ട് കേട്ടോ. സോ വേർത്താണ്. പിന്നെ ഷോൾ ഹാങ്ങർ, ഷോളോ അല്ലെങ്കിൽ ക്ലോത്ത്സ് ഹാങ്ങറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഓയിലിൻ്റെ ബോട്ടിൽ, അതുപോലെ പിസ്സ കട്ടർ ഉണ്ട്, വുഡ് സ്മാഷർ ഉണ്ട്, പൊട്ടാറ്റോ സ്മാഷറൊക്കെ. നെക്സ്റ്റ് ഡിഷ് റാക്കാണ്. പ്ലേറ്റ്സൊക്കെ ഡ്രൈ ആക്കാൻ വെക്കാൻ പറ്റുന്ന, അതുപോലെ സ്പൂൺസും ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് കട്ടിംഗ് ബോർഡ് ആട്ടോ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐക്കേൻ്റെതാണ്. ഇതാണ് ഹോം ബോക്സിൻ്റെ വരുന്നത്. ഹോം ബോക്സിൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ, കാരണം 3 സൈസിലാണ് ഇത് വരുന്നത്. ചെറുതും പിന്നെ ഒരു മിഡിൽ സൈസായിട്ട് ലാർജ് ആയിട്ടുള്ളതാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു സ്ട്രെയിനർ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ടാക്കിൻ്റെ കുക്ക്വെയർ സെറ്റാണ്. ചബ്ബി സെറ്റില്ലേ അത്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ബേജ് കളർ ഉണ്ട്, അതൊരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ഗ്രേയും വരുന്നുണ്ട്. ഇതിൻ്റെ പല ഷെയ്ഡ്സും ഉണ്ട്. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഓരോ പാത്രം ഇതിൽ ക്യൂട്ടാണ്. കുറച്ച് വീഡിയോ വിഷ്വൽസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നില്ലേ, ഈ ഒരു പാത്രം താഴെ വീണ ചെറിയ രീതിയിൽ ബെൻഡാവും കേട്ടോ. പക്ഷേ നമുക്ക് കൈയോടെ തന്നെ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റേത് അതുപോലെ ബെൻഡായി പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ കൈയോട് വലിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഷേപ്പ് തിരിച്ച് കിട്ടിട്ടോ. ഇതിലെ ഓരോ സെറ്റും കാണാൻ ഭയങ്കര രസമാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാത്രം തന്നെയാണ് ഇത്. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്തായാലും അറിയാം എത്ര ക്യൂട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന്. ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ടാക്കിൻ്റെ കുക്ക്വെയർ സെറ്റ്. ഇതിൻ്റെ പല കളേഴ്സിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറിയാക്കാനോ അല്ലെങ്കിൽ ചോറാക്കാനോ, അത് അടിപൊളിയായിട്ട് സെർവ് ചെയ്യാനും എല്ലാത്തിനും അടിപൊളിയാണ്. ഇനി തെർമോ ആഡിൻ്റെ ഫ്രൈ പാൻ സെറ്റാണ്. ഇതിപ്പം ഈ അടുത്തുള്ള പേഡേ സെയിൽ നല്ല ഡിസ്കൗണ്ട് പ്രൈസിലായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 2 ആൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 3 സൈസിലാണ് വരുന്നത്. ഒന്ന് ലാർജ്, മീഡിയം, അതുപോലെ സ്മോളായിട്ട്. നല്ല ഭംഗിയാട്ടോ, ക്യൂട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആംബോസിൻ്റെ സ്റ്റീൽ സെറ്റാണ്. അടിപൊളി സാധനം കേട്ടോ ഇതിപ്പം നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് 2 എടുത്തു കൊടുത്തത്. സെയിം ആൾ തന്നെയാണ് ഇത് 3ാമതും ഓർഡർ ചെയ്തിട്ട്. എനിക്ക് ഇതുവരെ സ്റ്റീൽ സെറ്റിൽ ഇത്രയും ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇല്ല. എസ്തെറ്റിക്കലിയും ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന്. അതുപോലെയല്ലേ, നമ്മൾ ട്രെൻഡ്യോയിൽ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ
പേ ചെയ്ത എമൗണ്ട് അല്ലേ തിരിച്ച് കിട്ടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അവരവിടെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും നമ്മളിങ്ങനെ ആ ഒരു റിട്ടേൺ പ്രോസസ്സിലൂടെ പോകുമ്പോൾ. ചില പ്രോഡക്റ്റ്സിൽ ഷിപ്പിംഗ് ചാർജ് അപ്ലൈ ആകുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഈ ഒരു അയൺ ബോക്സ് കാണിച്ചില്ലേ, അത് റിട്ടേൺ ചെയ്യുമ്പം ഞാൻ ഈ സെയിം ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ റീഫണ്ട് എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് കട്ടാക്കിയ എമൗണ്ട് ആയിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായത്. ഞാൻ ആ റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കാതെ ഫസ്റ്റ് ട്രെൻഡ്യോൾ അസിസ്റ്റൻറ്റിൽ പോയിട്ട് കാര്യം പറഞ്ഞു, ഈ ഒരു പ്രോഡക്റ്റ് പെർഫോമൻസ് ശരിയില്ല, അതുകൊണ്ടാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളവിടെ ഷിപ്പിംഗ് ചാർജ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ഷിപ്പിംഗ് ചാർജ് എനിക്ക് തിരിച്ച് വേണം. ആ രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം അവരെന്നെ സോൾവ് ചെയ്ത് തന്നു കേട്ടോ. അവർ പറഞ്ഞു ഇത് നമ്മുടെ മിസ്റ്റേക്കാണ്, അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഷിപ്പിംഗ് നിങ്ങളിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് അവരെന്നെ അത് സോൾവ് ചെയ്ത് തന്നു. നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ ഡയറക്റ്റ് എങ്ങനെ റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ആ ഒരു എമൗണ്ട് മിസ്സാവും. ഓക്കെ, ഈ ഇഷ്യൂ ഫേസ് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിന് മാത്രമാണ്. അപ്പോൾ നമ്മളെപ്പോഴും റിട്ടേൺ റിക്വസ്റ്റ് കൊടുക്കുമ്പം റീഫണ്ട് എമൗണ്ട് എത്രയാണെന്നൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ടൈം തന്നെ അത് സോൾവ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഇഷ്യൂ ഒരിക്കലല്ല, എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഈ സെയിം ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ട്രെൻഡ്യോൾ അസിസ്റ്റൻറ്റിൽ പോയിട്ട് ഈ ഒരു ഇഷ്യൂ സോൾവ് ആക്കി. അപ്പം സെക്കൻഡ് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രോഡക്ട്സിനും ഇപ്പം പർച്ചേസ് ലിമിറ്റ് വന്നിട്ടുണ്ട്. ചില പ്രോഡക്ട്സ് ഇത്രയോ പർച്ചേസ് ചെയ്തുള്ളൂ, അതായത് 3 പീസ് അല്ലെങ്കിൽ 1 പീസ് അങ്ങനെ ലിമിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഹോം ബോക്സിൻ്റെ ഒരു പ്ലേറ്റ്, അതുപോലെ തന്നെ ബൗള്, മഗ്, അത് സെറ്റായിട്ട് നമുക്ക് 6 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു പർച്ചേസിൽ നമുക്ക് മാക്സിമം 3 എണ്ണം ഇടാൻ പറ്റുന്നുണ്ടായിട്ടുള്ളൂ. അങ്ങനെ 3 എണ്ണം ഇട്ട് ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് നെക്സ്റ്റ് ഓർഡർ അടുത്ത 3 ഇട്ടിട്ട് പ്ലേസ് ചെയ്യുമ്പോഴേക്ക് ട്രെൻഡ്യോൾ അത് ക്യാൻസൽ ചെയ്ത്. അവിടെ ഒരു ക്യാൻസലേഷൻ മാത്രമല്ല നടന്ന കേട്ടോ. ഇപ്പം നമ്മൾ ഹോം ബോക്സിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ മിനിമം ഒരു എമൗണ്ടിൻ്റെ സാധനം എടുക്കണം. അതായത് ഒരു 50 ദിർഹംസോ 70 ദിർഹംസോ മിനിമം എടുക്കണം, എന്നാലേ ഫ്രീ ഷിപ്പിംഗ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 20% കൂപ്പണും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഐറ്റംസ് അവർ കട്ട് ഓഫ് ചെയ്തപ്പം ബാക്കി കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഹോം ബോക്സിന് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ മേലെ എന്തായി, ഓട്ടോമാറ്റിക്കലി ഷിപ്പിംഗ് ചാർജ് അപ്ലൈ ആയി. അപ്പോൾ ആ ഒരു ഷിപ്പിംഗ് ചാർജ് കഴിച്ചിട്ടുള്ള എമൗണ്ട് മാത്രമാണ് അവർ റീഫണ്ട് എമൗണ്ട് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായത്. പെട്ടെന്ന് തന്നെ ഞാൻ ട്രെൻഡ്യോൾ അസിസ്റ്റൻറ്റിൽ പോയിട്ട് കാര്യം തിരക്കി. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു അക്കൗണ്ടിൽ നിന്ന് മാക്സിമം ഇത്രയേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് അവർ ഓർഡർ ക്യാൻസൽ ചെയ്തത്. ആ ഒരു ടൈം ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഹോം ബോക്സിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾ ഓർഡർ ക്യാൻസൽ ചെയ്ത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടല്ലോ, ഒരു 14 ദിർഹംസിൻ്റെ പ്രോഡക്റ്റിന് 30 ദിർഹംസ് ഷിപ്പിംഗ് ചാർജ് ചെയ്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മളത് ആ ഓർഡർ മൊത്തം ക്യാൻസൽ ചെയ്തിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ വീണ്ടും ഞാൻ വേറെ അക്കൗണ്ടിൽ നിന്ന് സെയിം ഐറ്റം ഓർഡർ ചെയ്ത്. പക്ഷേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി, അതായത് സെയിം ആളാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്തതെന്ന് അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റി. എഗെയിൻ അവരെൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്തു. അതുമാത്രമല്ല പിന്നെ റീഫണ്ട് എമൗണ്ട് ഷിപ്പിംഗ് ചാർജ് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് അവിടെ കാണിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും ട്രെൻഡ്യോൾ അസിസ്റ്റൻറ്റിൽ പോയിട്ട് കാര്യം തിരക്കി. അപ്പോൾ അവർ പറഞ്ഞു സെയിം ആൾ വേറെ അക്കൗണ്ടിൽ നിന്നാണ് ഓർഡർ പ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ട്രാക്കിങ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടും നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുക. ഇതൊന്നുമല്ല കുഴപ്പം. എവിടെയാണ് കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ റീഫണ്ട് എമൗണ്ട് എത്രയാണ് വരുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വലിയ സ്റ്റോറി നീട്ടി വലിച്ച് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടോ. അപ്പോൾ ഇതാ വാവ്ഗെറ്റിൻ്റെ കാസ്റ്റേണിൻ്റെ കുക്ക്വെയർ സെറ്റാണ്. അടിപൊളി സാധനം കേട്ടോ. ഇത് എന്തൊരു വെയിറ്റ് അറിയും, ഭയങ്കര ഹെവിയാണ് ഈ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള പ്രോഡക്റ്റ് തന്നെയാണിത്. ഇതിൽ കുക്ക് ചെയ്യുമ്പം ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. പിന്നെ നല്ല ക്യൂട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും ക്യൂട്ടുണ്ട് ഇത് നേരിട്ട്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അതുപോലെ വാവ്ഗെറ്റ് ആട്ടോ ഇതിൻ്റെ സെല്ലർ. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാം സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ ആകെ വൈറ്റേ അവൈലബിൾ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ വൈറ്റ് എപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുക എന്ന് പറയാൻ കഴിയില്ല. പിന്നെ പ്രൈസും അടിപൊളി പ്രൈസാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഇപ്പോൾ ഹോം സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വലിയ പോട്ട് സെറ്റിന് തന്നെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് ഫുൾ സെറ്റാണ് ഈ ഒരു പ്രൈസിന് കിട്ടുന്നത്. അപ്പോൾ പ്രൈസ് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ നാട്ടിലെ 7000 സംതിങ് ഈ ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് വരുന്നുള്ളൂ. അത് നമ്മൾ ഒരു ഡിസ്കൗണ്ടും അപ്ലൈ ചെയ്യാണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ
പിന്നെ നമ്മളിപ്പം കോഡ് ഡിസ്കൗണ്ടും ഫസ്റ്റ് പർച്ചേസ് ഡിസ്കൗണ്ട് കൂപ്പൺ ഡിസ്കൗണ്ടൊക്കെ അപ്ലൈ ആണെങ്കിൽ നല്ലൊരു ഡിസ്കൗണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ മേലെ കിട്ടുന്നുണ്ട് കേട്ടോ ആൾക്കാർക്ക്. നല്ല വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മളിത് യൂസ് ചെയ്യുന്നോറും നമുക്കിത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരും. ലോങ് ലാസ്റ്റിംഗ് ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു പോട്ട് സെറ്റ് തന്നെയാണ് അത്. മസ്റ്റ് ബൈ ആണ്. കാസ്റ്റൺ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആ പാത്രം വാങ്ങിച്ചോട്ടോ. ഇതിൻ്റെ പല സ്റ്റൈലിലുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ കളക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇത് ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയർ സെറ്റാണ്. അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ ഇത്. നിങ്ങൾ ഒരുപാട് പേരെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വേർത്താണ് ഈ ഒരു പ്രോഡക്റ്റും. പിന്നെ ഇത് മെയ്ഡ് ഇൻ ടർക്കിയാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ടോപ്പ് വരുന്നതുണ്ട് ലിഡ്, പക്ഷേ ഇപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടാണ്. അപ്പം നമ്മൾ സ്റ്റീലിൻ്റെ ലിഡാണ്. ഒരുപാട് പേര് സ്റ്റീലിൻ്റെ ലിഡ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ പറയും ഗ്ലാസിൻ്റെയും കാട്ടിയും അവർക്ക് കുറച്ചുകൂടെ ഇഷ്ടം സ്റ്റീലിൻ്റെ ലിഡാണ്. പിന്നെ ഇത് വലിയ സെറ്റാട്ടോ. ഇതിൽ വലിയ പോട്ടും ഉണ്ട്, ചെറിയ പോട്ടും ഉണ്ട്. 2 സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 2 പേർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 പ്രൈസിൽ ലിസ്റ്റഡ് ആട്ടോ. ഒന്ന് 200 സംതിങ്ങിനും ഒന്ന് 300 സംതിങ്ങിനും. നമ്മളെടുത്തത് 300 സംതിങ്ങിൻ്റെ സെറ്റാണ്. കാരണം ഇതിൽ വലിയ പോട്ടും വരുന്നുണ്ട്, ചെറിയ പോട്ടും വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ മോഡൽ പോട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു ഹൗസ് വാമിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളുള്ളവർക്കാണെങ്കിൽ നല്ല സുഖമാണ്. ഈ ഒരു പോട്ട് വാങ്ങിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കളർ കോംബോ കണ്ടില്ലേ, നല്ല ഗോൾഡൻ സ്പാർക്കിൾ ബ്ലാക്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കുക. പിന്നെ കുറേ പേർക്കുള്ള ഒരു ഡൗട്ടാണ് അതിൻ്റെ ഹാൻഡിൽ ചൂടാകുമോ എന്നുള്ളത്. ഹാൻഡിൽ ചൂടൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ട്രെൻഡ്യോൾ അക്കൗണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക്ഡ് അല്ലേ എന്ന് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കാം കേട്ടോ. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ അടുത്ത ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഓർഡർ പ്ലേസും ചെയ്ത് നാട്ടിലേക്ക് സാധനം കാർഗോ ചെയ്ത് എന്നിട്ടായിരുന്നു കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ അവർ അയച്ച കാർഗോ നല്ല റേറ്റ് ഉണ്ട്. അതുമാത്രമല്ല പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് പാക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലും. അതുകൊണ്ട് നാട്ടിൽ കിട്ടുമ്പോഴേക്ക് കുറച്ച് ഒടിവും കാര്യങ്ങളൊക്കെ പാത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിയിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.